ടൈപ്പുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന ടൈമിൽ ഞാൻ റിജക്ട് ചെയ്തതല്ല. കാരണം ഞാനൊരു 7 വർഷമായിട്ട് ഈ ഒരു ചെറുപ്പത്തിൽ ഞാൻ 23-ാമത്തെ വയസ്സിലൊരു പറ്റാത്ത ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖമായിരുന്നു. ട്രൈഗ്ലിസൈഡ് അസുഖമായിരുന്നു. അതായത് ഈ ഫുഡൊന്നും വല്ലാതെ ഓവർ കഴിക്കാൻ പറ്റില്ല. ഈ കനമുള്ള ഫുഡൊന്നും എനിക്ക് ഓവർ കഴിക്കാൻ പറ്റില്ല. ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഹെവി ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയൊക്കെയാണ്. കാരണം അതിന് പ്രത്യേകമായിട്ട് ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഞാൻ 7 വർഷമായിട്ട് അതിന്റെ ചികിത്സയിലായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് വരുന്ന തന്നെ ഞാൻ ഗൾഫിൽ അബ്രോഡ് പോയി വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം. ആദ്യമായിട്ട് ഗൾഫിൽ ആണ് ഇതിന്റെ ഒരു തുടക്കം ഞാൻ അറിയുന്നത്. ഒരു വയറുവേദനയിലൂടെ തന്നെ ഞാൻ ഇതിന്റെ തുടക്കം അറിയുന്നത്. അപ്പൊ അവിടെ പോയി അബ്രോഡിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. അവിടെ ഹോസ്പിറ്റലിൽ 5 ദിവസം ഞാൻ ആരും ഇല്ലാതെ ഞാൻ അവിടെ കിടക്കേണ്ടി വന്നു. കാരണം വർക്കേഴ്സ് ഒന്നും ഇല്ലാതെ അവിടുത്തെ അവസ്ഥ അറിയാലോ. അവിടെ ആരും നമ്മളെ പോലെ ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ ആരും ഉണ്ടാവില്ലല്ലോ നോക്കാന്. അപ്പൊ അവിടെ 5 ദിവസം ആരും നോക്കാനില്ലാതെ കിടന്നു. അത് തന്നെ കമ്പനി പറഞ്ഞു നാട്ടിൽ പോയിട്ട് ചികിത്സിച്ചിട്ട് പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ പോന്നു. നേരെ നാട്ടിൽ വന്നിട്ട് നേരെ ഞാൻ പോയത് ഈ ഒരു ചികിത്സ തേടിയിട്ടാണ്. പിന്നെ ഒരു രോഗാവസ്ഥ എന്താണ്, ഇതിന്റെ രോഗം എന്താണ്, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നേരെ പോയത് മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ മെഡിക്കൽ കോളേജിൽ ചെന്നു. ഇതിന്റെ കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ആരും ഇതിനെക്കുറിച്ച്, ഈ ഒരു രോഗത്തിനെ കുറിച്ച് ആർക്കും എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ചിലർ പറഞ്ഞ് കരളിന് വീക്കം കുടുങ്ങിയതാണ്, കുറെ ആൾക്കാർ പാൻക്രിയാസിന് ബുദ്ധിമുട്ടാണ്, കുറെ അസുഖങ്ങൾ, എന്തൊക്കെയോ അസുഖങ്ങൾ ഡോക്ടേഴ്സിന് തന്നെ പറയാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടുന്ന് ഒരുപാട് ഇതേപോലെ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിക്കും, ഒരു റിസൾട്ടും ഉണ്ടാവില്ല, മരുന്നുകൾ ഒരുപാട് കുടിക്കും. അങ്ങനെ ആയി ഞാൻ ഏകദേശം ഒരു 7 വർഷത്തോളം ഞാൻ ഈ ഒരു രോഗത്തിന് വേണ്ടി കാണിക്കാത്ത ഹോസ്പിറ്റലുകളില്ല. എല്ലാ ചികിത്സകളും അലോപ്പതി ആണെങ്കിൽ ആയുർവേദം എല്ലാം ഞാൻ കാണിച്ചിട്ടും മരുന്ന് കുടിച്ചിട്ടൊന്നും ഇതിനൊരു ഇത് കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വയറുവേദന, അതായത് കഴിച്ച് അതിന്റെ ഒരു കപ്പാസിറ്റി, അതായത് ദഹിപ്പിക്കാൻ കപ്പാസിറ്റി ഇല്ലെന്ന് ചില ഡോക്ടേഴ്സ് പറയുന്നത്. കാരണം ബ്ലഡിലെ കൊഴുപ്പ് കൂടിയിട്ട്, അതായത് നമുക്ക് ഇപ്പൊ ഷുഗർ ആണെങ്കിൽ പ്രഷർ ആണെങ്കിൽ ബ്ലഡിലൊരു നമുക്ക് അളവുണ്ടല്ലോ. ഇപ്പൊ ഷുഗർ ആണെങ്കിൽ കൊളസ്ട്രോൾ ആണെങ്കിൽ ഇത്ര നോർമൽ, ഇത്ര ഹൈ, ഇത്ര വെരി ഹൈ എന്നുള്ള ഒരു കണക്കുണ്ട്. അപ്പൊ എന്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇതിന് ടെസ്റ്റ് ചെയ്യും, വയറുവേദന വന്നു കഴിഞ്ഞ് ഈ സാധനം ടെസ്റ്റ് ചെയ്യുമ്പോൾ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം ഇതിന്റെ കണക്ക് ട്രൈഗ്ലിസൈഡ് ടെസ്റ്റ് ചെയ്യുമ്പം ഏകദേശം 2500-ന്റെ മുകളിലേക്കാണ്. എന്താ വെച്ചാൽ ഈ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവര് വീണ്ടും ചോദിക്കും. കാരണം ഈ ടെസ്റ്റില് 2500 വരാൻ പാടില്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ 200-ന്റെ എബോവ് ഇത് കൊളസ്ട്രോൾ. ഇപ്പൊ സാധാരണ അറിയാലോ, കൊളസ്ട്രോൾ 200 സംതിങ്ങിന്റെ മുകളിലേക്ക് കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കൂടി കുറച്ച് ഒരു 500-ന്റെ ഒക്കെ അടുത്താക്കുമ്പോൾ ഏത് നിമിഷം ആള് തട്ടിപ്പോകുന്നതാണ് അറിയാം. അതായത് ബ്ലഡിൽ കൊഴുപ്പ് കൂടുന്നതുകൊണ്ട് ഏകദേശം ഏത് നിമിഷം ആള് തട്ടിപ്പോകുന്നതാണ്. അപ്പൊ ഈ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ലാബ് പോകുമ്പോൾ ഈ ലാബുകാർ വീണ്ടും ചോദിക്കും, ഇതെന്നാണോ നിങ്ങളുടെ അളവ്, അല്ലെങ്കിൽ ഇതൊന്നും കൂടെ നമുക്ക് തെറ്റിയതാണോ? അപ്പൊ ഞാൻ പറയും അല്ല, അതെന്നാണ് എന്റെ ആ ഒരു അളവ് വരുന്നത്, ഏകദേശം അങ്ങനെയാണ് വരുന്നത്. 2500-ന്റെ അടുത്തേക്കാണ് ഏകദേശം എന്റെ ആ ഒരു ട്രൈഗ്ലിസൈഡിന്റെ അളവ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഡോക്ടേഴ്സിനെ കാണിക്കാൻ പോകുമ്പോഴൊക്കെ ഡോക്ടേഴ്സ് ഇടയ്ക്ക് എന്റെ വൈഫിനോട് ചോദിക്കാറുണ്ട്, ഈ ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോന്നോ. കാരണം അത്രയും ഹെവിയാണ്. കാരണം ആ ഒരു ട്രൈഗ്ലിസറിഡിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 500-ന്റെ സോറി ഒരു 300-ന്റെ മുകളിലേക്ക് പോയാൽ പോലും ഏകദേശം ആളെ പിന്നെ ഒരു ഏകദേശം നമുക്കറിയാം ഏകദേശം ആളെ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ പോവാം. കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഏത് നിമിഷം നമുക്ക് അറ്റാക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിയും. പക്ഷെ ഏത് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും ഡോക്ടേഴ്സ് അവളോട് ചോദിക്കുന്ന ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ചോദ്യം വരും. കാരണം അതെന്തോ ഒരു ഭാഗ്യമാണ്. കാരണം ഡോക്ടേഴ്സ് ഇങ്ങനെ പറയാറുണ്ട് ആള് ജീവിച്ചിരിക്കൂല. കാരണം അത്രയും ഒന്നും ട്രൈഗ്ലിസൈഡ് പോയി കഴിഞ്ഞാൽ ഏതാളും തട്ടിപ്പോകുന്നതാണ്. കാരണം ഞാൻ എന്തോ ഒരു ഭാഗ്യത്താണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ സ്പോർട്സിനോട് കമ്പുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ടായിട്ട് ഒരു ഇപ്പോഴും 12 കൊല്ലമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിന്റെ എക്സസൈസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും ആ ഒരു രോഗം ഉണ്ടായിട്ട് പോലും ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കാനും പറ്റൂല, എല്ലാം ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. നല്ല പണിക്ക് പോവുകയാണെങ്കിലും ഒരു 4 ദിവസം പണിക്ക് പോയിക്കാണെങ്കിൽ ചിലപ്പം ഒരാഴ്ച ലീവായിരിക്കും. അങ്ങനത്തെ അവസ്ഥ. ചിലപ്പോൾ പണിക്ക് പോയോടത്തുനിന്ന് ചിലപ്പോൾ തിരിച്ചു പോരും. ഈ വയറുവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭയങ്കരമാണ്.
ഈ വന്നു കഴിഞ്ഞാല് ഒന്നുകിൽ ഛർദി വരും. ഛർദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു ഫുഡും, എനിക്കൊരു പച്ച വെള്ളം പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. നേരെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് പെയിൻ കില്ലർ അടിച്ചിട്ട് അത് മാറ്റിയിട്ട് വേണം റിട്ടേൺ വരാൻ. അപ്പൊ അത് ഒരു 2 ദിവസം അതിന്റെ ആ എഫക്ട് ബോഡിയിൽ നിൽക്കും, ആ പെയിന് പോയി കിട്ടണമെങ്കിൽ. കാരണം അത് പാൻക്രിയസിന് വീക്കം കൊടുക്കുന്നതാണ്, അതായത് പഴുക്കുന്നതാണ്. പഴുത്തിട്ട്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത് പഴുക്കുന്നതാണ്. അതിനെ അത് ആ പെയിൻ വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ അടിക്കുക അല്ലാതെ വേറെ നിവർത്തിയില്ല. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ട്രീറ്റ്മെന്റ് ഒരുപാട് ചെയ്താണ്, ഞാൻ പറഞ്ഞല്ലോ 7 കൊല്ലമായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ഞാൻ അവസാനം എന്റെ ഈ ഒരു കാരണം എന്താ പറയാ, മെഡിസിൻ നിർത്താൻ കാരണം, ഞാൻ ലാസ്റ്റ് ഒരു ബേബി മെമ്മോറിയലിൽ ഞാൻ ഏറ്റവും വലിയൊരു ബേബി ഡോക്ടറെ പോയി കാണിച്ചു. ഡോക്ടർ ഇതിന്റെ ചെക്കിങ് രണ്ടാമതും എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ചെയ്ത പോലെ തന്നെ അവിടെയും എല്ലാം റിപ്പീറ്റിംഗ് ചെയ്ത്, എൻഡോസ്കോപ്പി ചെയ്ത് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം വീണ്ടും ചെയ്ത് ഡോക്ടർ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ ഇതിനൊരു ട്രീറ്റ്മെന്റ് ഇല്ലാന്നാ. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യാം, ട്രീറ്റ്മെന്റ് ഇല്ലാന്നാ. ഒരു മെഡിസിൻ ഏകദേശം 1 മാസത്തിൽ 2,700 ഒരു മെഡിസിനും കഴിക്കാൻ വേണ്ടിയിട്ട്, അരിയാഹാരം കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ കനമുള്ള ആഹാരം കഴിക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ വന്നപ്പം ഡോക്ടേഴ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ഞാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആവാനാണ്? കാരണം മാസത്തില് 2,800 മെഡിസിൻ കഴിക്കണം, ഫുഡ് കഴിക്കാൻ പാടില്ല, കൺട്രോൾ ആക്കാൻ പാടില്ല. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇനി എനിക്കത് പറ്റൂല. കാരണം ഇനി വേദന വന്നു കഴിഞ്ഞാല് ഒന്നുകിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ അടിച്ചു വരാം, അല്ലാണ്ട് ഈ ട്രീറ്റ്മെന്റ് ഇനി തുടർന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ വെറുതെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട്. കാരണം എന്താണെന്നോ ഇതിന്റെ രോഗാവസ്ഥന്റെ കറക്റ്റ് എന്താണെന്നോ ആർക്കും ഒന്നും പറയാനും പറ്റുന്നില്ല. ഡോക്ടേഴ്സ് പോലും പല രീതിയിലാണ് പറയുന്നത്. അപ്പം അതിന്റെ ഒരു എഫക്ട് ഹോസ്പിറ്റലിൽ കാണിച്ച ടൈമില് ഞാൻ അവളോട് പറഞ്ഞു, ഇനി ട്രീറ്റ്മെന്റ് നിർത്താം, ഇനി ഞാൻ ട്രീറ്റ്മെന്റ് നിന്നില്ല. കാരണം എനിക്ക് അറിയാം, ഈ ഒരു മരുന്ന് കണ്ടിന്യൂ ചെയ്തുകയാണെങ്കിൽ ഒരു ചേറി പോയാൽ എനിക്കൊരു 10 കൊല്ലത്തെ ആയുസും കൂടെ ഉണ്ടാവും. കാരണം അറിയാലോ, ഒരു മരുന്ന് കണ്ടിന്യൂ കഴിച്ചു കഴിഞ്ഞാൽ ഏറി വന്ന ഒരു 10 കൊല്ലം എനിക്ക് ആയുസ് ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഈ മെഡിസിൻ ഞാൻ നിർത്തുകയാണ്. ഇനി വയറുവേദന വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നേരെ പോയി ഇഞ്ചക്ഷൻ അടിച്ചിട്ട് പോരാ, അല്ലാണ്ട് വേറെ ഒരു ട്രീറ്റ്മെന്റും ഞാനിതിൽ കാണില്ല. കാരണം ഞാൻ എല്ലാ ട്രീറ്റ്മെന്റിനും പോയിട്ട് ഒരുപാട് നോക്കിയതാണ്. ഞാൻ എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ 2, 3, 4 മാസമൊക്കെ ഞാൻ കുടിച്ചു നോക്കും. ഓരോ ട്രീറ്റ്മെന്റ് ഒരു റിസൾട്ട് കിട്ടാത്ത അവസ്ഥയാണ്. പിന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് എന്നെ എന്താ പറയുക, നമ്മളെ മാഡം ആൻഡ് സബാസ്റ്റ്യൻ സാറ്, രഘുയേട്ടൻ, ഷാൻ സാറ് ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നത്. കാരണം ഞങ്ങൾ ഓൾറെഡി 2 നെറ്റ്വർക്ക് ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കുന്ന ടൈമാണ്. അപ്പം ഇവര് വരുന്നത് എന്തിനാന്നുള്ള ഏകദേശം നമുക്ക് ഊഹം കിട്ടിയിട്ടുണ്ട്, അടുത്തൊരു നെറ്റ്വർക്ക് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. പക്ഷെ അവര് വന്നു, പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി, പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്. ഞാന് ഒരു കാര്യങ്ങൾ തലയൊക്കെ ആട്ടി, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാട്ടി തലയൊക്കെ ആട്ടി ഞാൻ അവരെ മടക്കി അയച്ചു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇത്രയും കൊല്ലം, ഏറെ കൊല്ലം ഞാൻ ചികിത്സിച്ചിട്ട് മാറാത്ത, കാരണം ഉള്ളിലോട്ട് കഴിച്ചിട്ട് മാറുന്നില്ല, പിന്നെ എങ്ങനെയാണ് പുറത്തോട്ട് അത് ഒന്നും ചെയ്യാതെ മാറുന്നത് എന്നുള്ളത് ഞാൻ അവളോട് കുറെ ചോദിച്ചു. പിന്നെ മാഡം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓരോ കാര്യങ്ങൾ അയച്ചിടും, റിസൾട്ട് അന്നത്തെ പോലത്തെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അന്നത്തെ വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും മാഡത്തിന്റെ ആ ഒരു എന്താ പറയാ, നമ്മൾ ആ ഒരു അടുപ്പം കൊണ്ട് എടുത്തു പോയതാണ്. അത് അന്ന് ഞാൻ ആ ക്യാഷിന്റെ എന്താ പറയാ, അന്ന് ഡ്യൂട്ടി കാര്യങ്ങൾ അങ്ങനത്തെ കാഷ്വലി ഡള്ളായി നിൽക്കുന്ന ടൈമാണ്. അപ്പോഴാണ് ഈ ഒരു 8 സംതിങ്ങിന്റെ സാധനം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഇതാക്കിയത്. അങ്ങനെ മനസ്സിലാതെ വൈഫ് എവിടെ നിന്നൊക്കെ ക്യാഷ് അറേഞ്ച് ചെയ്തിട്ടാണ് അത് വാങ്ങിയത്. അത് വാങ്ങി ഒരു കോൺഫിഡന്റ് ഇല്ലേനി, എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള സയൻസ് കാര്യങ്ങളൊന്നും എനിക്ക് അലവല്ലാതെ അറിയില്ല, മാറും ഇല്ല എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ എന്നാലും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അത് പറഞ്ഞ് ഉപയോഗിച്ച് നോക്കി, മാഡത്തിനൊക്കെ റിസൾട്ട് ഉണ്ടല്ലോ, കൊടുത്ത ആൾക്കാർക്കൊക്കെ റിസൾട്ട് ഉണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ഉപയോഗിച്ച് നോക്കി, ഇതും കൂടെ അല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം യൂസ് ചെയ്യണം. അപ്പൊ പിന്നെ ഇതും കൂടെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ആത്മാർത്ഥമായിട്ട് എന്ത് പണി ചെയ്ത് അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ചൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോത്തിന് തന്നെ എനിക്ക് എന്റെ മാറ്റങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ എന്താ വെച്ചാല് ഏറ്റവും കൂടുതൽ വെള്ളത്തിന് അത്ര ഇമ്പോർട്ടന്റ് ഞാൻ കൊടുത്തത്. കാരണം ഞാൻ എവിടെ പോകുമ്പോഴും ആ വെള്ളം ഞാൻ മസ്റ്റായിട്ട് ഞാൻ കൊണ്ടുപോകും. ഡെയിലി ഒരു 3-3.5 ലിറ്റർ മസ്റ്റായിട്ട് ഞാൻ കുടിക്കും. ആ വെള്ളമാണ് ഞാൻ കറക്റ്റായിട്ട് നെഞ്ചോട് ചേർത്ത് ഞാൻ കുടിക്കാൻ തുടങ്ങിയത്. അത് കുടിച്ചിങ്ങനെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിന്റെ ആ ഒരു വാല്യൂ മനസ്സിലായി, എന്റെ ബോഡിക്കുള്ള ഒരു വ്യത്യാസം. എന്താ പറയാ,
ആ ഒരു ക്ഷീണം കുഴപ്പം ഒന്നും അറിയാത്ത രൂപത്തിലായിരുന്നു. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോ എനിക്കിങ്ങനെ തോന്നി ആ പ്രൊഡക്റ്റിൽ എന്തോ ഉണ്ടല്ലോ എന്ന് ഇതാക്കി ഞാനൊരു 3 മാസം യൂസ് ചെയ്തു. 3 മാസം യൂസ് ചെയ്തിട്ട് ഞാന് ഇപ്പൊ വേദന ആ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. 3 മാസത്തേക്ക് എനിക്ക് ആ വേദനന്റെ കാര്യമൊന്നും വന്നിട്ടില്ല. ട്രീറ്റ്മെന്റ് അതായത് കൺട്രോളിലായിരുന്നു. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റും കൂടെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഞാൻ ഉപയോഗിച്ചും ചെയ്തു. ഒരു 3 മാസം കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും എന്ത് പണിയത്, ഒന്ന് ടെസ്റ്റ് ചെയ്യണല്ലോ, കുറഞ്ഞണോ എന്നുള്ളത് അറിയണമല്ലോ, ഉപയോഗിച്ചിട്ട് മാറ്റം ഉണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. അങ്ങനെ ഞാൻ ലാബിൽ പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴും അവര് എന്താ പറയുക, ടെസ്റ്റ് ചെയ്ത് ഞാൻ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തൊരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളി വരുന്നു, നിങ്ങളെ ബ്ലഡിൽ ഇത്ര അളവുണ്ടോ, അതന്നെ ആണോ എന്നുള്ള ചോദിച്ച് വീണ്ടും വെച്ചു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു അതങ്ങനെ തന്നെ ആണ്, അളവ് അതന്നെ ആയിരിക്കുന്നത്. അങ്ങനെ അളവ് അവര് 1 മണിക്കൂർ വീണ്ടും കഴിഞ്ഞ് റിസൾട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പൊ അതിൽ നോക്കിയപ്പം ഏകദേശം 2500 ഉള്ളത് ആ ഒരു ടൈമിലുള്ളത് എനിക്ക് 1600 സംതിങ്ങിലേക്ക് വന്നു. പിന്നെ വീണ്ടും അത് കുറഞ്ഞപ്പോ എനിക്ക് ഒരു ആത്മവിശ്വാസം കൂടി. ഏകദേശം 1000 അടുത്തോളം എനിക്ക് അങ്ങനെ കുറഞ്ഞിട്ടുണ്ടല്ലോ കൺട്രോൾ ചെയ്യുന്നോണ്ടെന്നുള്ളത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ അത് കുറഞ്ഞ് ഇപ്പൊ ഏകദേശം നോർമൽ ആയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് മാറി. എനിക്കൊരു എന്താ പറയുക, ഒരു ഇബയോട്ടോറിയം പ്രൊഡക്റ്റ് തന്നിട്ടുള്ള ഒരു റിസൾട്ട് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള, തീർച്ചയായിട്ടും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ഇത്രയാണ് അതായത് ഞാൻ ബിസിനസ് ഏറ്റെടുക്കാൻ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് അത്രയും വാല്യൂ ആയതുകൊണ്ടാണ്. എല്ലാവർക്കും, അതായത് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ, ഒരു വീടെടുത്താൽ പോലും അത്രയും പല രീതിയിൽ രോഗാവസ്ഥ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഹോസ്പിറ്റൽ കേസായിട്ടും പല രീതിയിൽ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്കിത് എത്തിക്കാൻ പറ്റും. അതായത് ആ ഒരു കയ്യപ്പിന്റെ ഇപ്പൊ മേഡം പറഞ്ഞല്ലോ, ആ ഒരു എത്തിക്കുന്ന ടൈമിൽ അവരെ രോഗം മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രാർത്ഥന കാര്യങ്ങൾ, അതാണ് നമ്മളെ ഏറ്റവും വലിയ അന്നം എന്ന് പറയുന്നത്. അതൊരു പ്ലസിംഗ് പോയിന്റ് ആണ്. അപ്പം ഇതാണ് എന്റെ കാര്യങ്ങൾ. ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വരാനുള്ള ഒരു കാരണം, മെയിൻ ആയിട്ടുള്ള കാരണം എന്റെ റിസൾട്ട് തന്നെയാണ്. അത് എഗ് റിസൾട്ട് ആണ്. ഇപ്പം നമ്മളെ ഇപ്പം മേഡം സ്റ്റേജിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കുറെ ആൾക്കാർ. അവിടുന്ന് എനിക്കൊരു അനുഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് കൊണ്ടുപോയിട്ട് ഏതോ POP പോയിട്ട് ഈ ഫിദ മേഡം റിസൾട്ട് പറഞ്ഞപ്പം അവിടുത്തെ ഡോക്ടർ ചോദിച്ചാലോ ഈ ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് ചോദിച്ചാലോ, അത്ര ഉണ്ടായിട്ട് റിസൾട്ട് കിട്ടിയോ, ആ ആള് ജീവിച്ചിരിപ്പുണ്ടോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവൂല. ട്രൈഗ്ലിസറൈഡ് 2500 പോയ ആളുണ്ടാവൂല. അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രൂവ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം മുതലുള്ള ആ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു എന്താ പറയാ, എന്റെ എന്താണ് ആ റിസൾട്ടിന്റെ ഫലമാണ് ഞാനിപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഏറ്റെടുക്കാനും ഈ ഒരു ബിസിനസ്സിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കാനും കാരണം. അപ്പൊ ഇത്രയാണ് കാര്യങ്ങള്. ഇനി എന്നത് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിലൂടെ എല്ലാവർക്കും എത്തിക്കാൻ പറ്റട്ടെ.